ഹായ് മക്കളെ, ഇത് നമ്മുടെ നീറ്റ് കൗൺസിലിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കാം. ഇനി എന്നെ അറിയാത്തവർക്ക് ഞാൻ ഡോക്ടർ അസ്ലക്കാണ്, MBBS ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ച എങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കാം, എന്തായിരിക്കണം ഞാനൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തൊക്കെയായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് കോളേജുകൾ താല്പര്യം ഉണ്ടാവാം. നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് ഏത് കിട്ടുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും നല്ല റാങ്ക് വാങ്ങിയ കുട്ടിക്ക് പലപ്പോഴും സംശയം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനൊക്കെ MBBSന് എനിക്ക് റാങ്ക് കിട്ടിയപ്പം എൻ്റെ കേരള റാങ്ക് 1500 അതുകൊണ്ട് എയിംസ് ഡൽഹി വേണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അത് രണ്ടും എനിക്ക് കിട്ടൂല. മനസ്സിലായോ? ചില സമയത്ത് ഇങ്ങനെ സംശയമുള്ള കുട്ടികളുണ്ടാവും അല്ലേ? എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതൊക്കെ ജെന്യുവിനാണ്. കാരണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയതാണ്, വെറുതെ ഒന്നും കിട്ടിയല്ല. ഇപ്പോൾ എയിംസ് ഡൽഹി വേണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണോ വേണ്ടതെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ നോക്കിയിട്ട് എന്ത് ജാടയാണെന്നൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷേ അത് ആ കുട്ടി കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, അതിനുള്ള എല്ലാ അർഹതയും ഉണ്ട്. കാരണം 5 വർഷത്തേക്ക് വെറും 5000 രൂപേൻ്റെ ഉള്ളിലാണ് അക്കാഡമിക് ആൻഡ് ഹോസ്റ്റൽ ഫീസ് ഫോർ എയിംസ്. മെസ് ഫീസ് മാത്രം അടച്ചാൽ മതി. സിംഗിൾ റൂം കിട്ടും, സ്വന്തമായിട്ടൊരു റൂം കിട്ടും. റൂമിൽ AC ഇല്ല, പക്ഷേ AC വെക്കണമെങ്കിൽ കൊല്ലത്തേക്ക് 5000 രൂപ കൊടുത്താൽ മതി. അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. 13 തരം മെസ്സുണ്ട് അവിടെ. മലയാളി ഫുഡ്, കേരള ഫുഡ്, പഞ്ചാബി ഫുഡ്, എല്ലാ ഫുഡും കഴിച്ചു നോക്കാം. ഒരു മെസ്സും എടുത്താൽ അടുത്ത മെസ്സ് ട്രൈ ചെയ്യാം. ഒളിമ്പിക് ലെവൽ സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എന്തൊക്കെയുണ്ട്. വേറെ ലെവലാണ് എയിംസ്. 1 കോടിയുടെയൊക്കെ വലിയ പ്രോഗ്രാം പൾസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഫെസ്റ്റ് എന്നാണ് അതൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണമേ. എന്തായാലും ഇപ്പം നമ്മൾ സ്വപ്നമൊക്കെ കണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ആസ് എ ഡോക്ടർ ഞാൻ എൻ്റെ ജൂനിയർ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ കാര്യം ആസ്ക് എ മെഡിക്കോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു രോഗി ഒരു പേഷ്യൻ്റ്, ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ചിലപ്പോൾ നല്ല റിവ്യൂ ഉണ്ടാവാം, ചിലപ്പം മോശം റിവ്യൂ ഉണ്ടാവാം. ഇത് വെച്ചായിരിക്കരുത് നിങ്ങൾ അവിടെ MBBS അഡ്മിഷൻ എടുക്കണത്. MBBS എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ്, കുറച്ചുകൂടി ഒരു അക്കാഡമിക് ആസ്പെക്റ്റാണ്. അതായത് ഇപ്പോൾ രോഗികളോട് വളരെ നല്ല പെരുമാറ്റമുള്ള ഹോസ്പിറ്റലായിരിക്കാം, പക്ഷേ അവിടെ നിങ്ങൾ ചിലപ്പോൾ ഹൗസ് സർജനായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാൻഡ്സ് ഓൺ കിട്ടുന്നുണ്ടാവില്ല, എക്സ്പോഷർ കിട്ടുന്നുണ്ടാവില്ല. ഒരു സർജറി ആണെങ്കിൽ അതിൽ അസിസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കേസ്, ഒരാൾ ശ്വാസം മുട്ടലായിട്ട് വരുമ്പോൾ ആ രോഗിനെ നോക്കാനും പരിചരിക്കാനും നിങ്ങളുടേതായൊരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ചില സമയത്ത് ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ അറിയണം, മക്കളെ MBBS നിങ്ങൾക്കറിയാം ഒരു 4-4.5 വർഷത്തെ പഠനമാണ്, 1 വർഷത്തെ ട്രെയിനിങ് ആണ്, 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ്, ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് മക്കളെ നിങ്ങൾ അടുത്ത സ്റ്റേജായ എൻട്രൻസ്, നീറ്റ് PG എന്ന് പറയുന്ന എൻട്രൻസിന് പോലും പലപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പെട്ടെന്ന് ഇതൊക്കെ തീരുന്നു. മിക്കവാറും സെപ്റ്റംബർ മാസത്തിലായിരിക്കും നിങ്ങളുടെ ക്ലാസ്സൊക്കെ തുടങ്ങുക. ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ തീരുമാനമാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ 2024 കയറി 2029 ആകുമ്പോഴേക്കിന് ഇത് കറക്റ്റ് തീരണം. കേരളം എന്നും സ്ലോ ആണ് ഈ കാര്യത്തിൽ. എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ ഹൗസ് സർജൻസി തീരുന്ന സമയത്ത് എൻ്റെ തമിഴ്നാട് ഫ്രണ്ട്സൊക്കെ 1-2 മാസമായിട്ട് വീട്ടിലായിരുന്നു. എയിംസിലെ ഫ്രണ്ട്സ് 4-5-6 മാസമായിട്ട് വീട്ടിലായിരുന്നു തോന്നുന്നു. വളരെ പെട്ടെന്നാണ് അവിടെയൊക്കെ ക്ലാസ് കഴിയുന്നത്. കാരണം എന്താണ്? എക്സാം കറക്റ്റ് ഡേറ്റിന് വെക്കും, കറക്റ്റ് ഡേറ്റ് നടത്തും, പക്ക ടപ്പ തീരുമാനങ്ങളാണ്. നിങ്ങളിതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ സമയത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും, എക്സ്പെഷ്യലി എന്നെപ്പോലെ കുടുംബത്തിൽ വേറെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അതായിരിക്കും നമ്മളെപ്പോലെ മെജോറിറ്റി ആൾക്കാരും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് ആകെ ഒരു കോളേജിൻ്റെ പേര് കേട്ട് അവിടെ പോയി ചെന്നിട്ട് കാര്യമില്ലല്ലോ, കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ ഈ കാര്യത്തിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം അവിടെ കോളേജുകൾ പെട്ടെന്ന് എക്സാമൊക്കെ തീർത്ത് പെട്ടെന്ന് തീരുമാനമാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു രോഗി ഒരു ഹോസ്പിറ്റലിനെ കാണുന്ന പോലെയല്ല ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒരു ഹോസ്പിറ്റലിനെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ കയറി ചെല്ലാൻ പോകുന്നത് രോഗിയായിട്ടല്ല, ഒരു ഡോക്ടറായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടാണ്. അതുകൊണ്ട് ആ കോളേജിൽ പഠിക്കുന്ന ഒരാളെ കിട്ടുമെങ്കിൽ അയാളോടൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് കോളേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അക്കാഡമിക്സ് നല്ലതാണോ? കോളേജിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? കോളേജ് ലൈഫ് ഉണ്ടോ? നല്ലതാണോ? ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് എങ്ങനെയാണോ? എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ കടമയാണ്. അതിനെങ്ങനെ സാറേ ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡൻറ്റിനെ കിട്ടുക? ഒന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും.
ആരെങ്കിലുമൊക്കെ ഞാൻ പരിചയമുണ്ടെങ്കിൽ നമ്പർ തരാം. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ തപ്പി നോക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സ്വന്തമായിട്ടൊരു പേജ് ഉണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യൂണിയൻ പേജുകൾ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോകുക, ആരുടെയെങ്കിലുമൊക്കെ ചോദിക്കുക, നമ്പർ കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടെങ്കിലും കിട്ടും ആരുടെയെങ്കിലും. അതിൽ പോവുക, മെസ്സേജ് അയക്കാം. മോർ ദാൻ ഹാപ്പി ആയിരിക്കും കാര്യങ്ങൾ പറഞ്ഞു തരാൻ എല്ലാവരും. വെറുപ്പിക്കരുത്, വിളിച്ചിട്ട് മെസ്സേജ് അയക്കുക, റിപ്ലൈ വരുമോ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് അക്കാഡമിക്സ്. രണ്ടാമത്തല്ല, നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പഠനം. ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം എന്നാണല്ലോ. അപ്പം അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 സബ്ജക്റ്റാണ്. ഈ 3 സബ്ജക്റ്റും അക്കാഡമിക്കലി നോൺ ക്ലിനിക്കലാണ്. അതായത് നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റ് എന്നൊക്കെയാണ് പറയുക. അതായത് ഹോസ്പിറ്റലിൽ പോകണ്ട, കടാവറിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന അനാട്ടമി, ശരീരത്തിൻ്റെ ഘടന പഠിക്കുന്ന ഫിസിയോളജി, അതിൻ്റെ ഒരു മോളിക്കുലർ ലെവലിലുള്ള ബയോകെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റാണ് നിങ്ങൾക്കുള്ളത്. ഇത് 3 നിങ്ങൾ ലെക്ചറാറിലാണ് പഠിക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പം ചില കോളേജുകളിലൊക്കെ, ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓൾമോസ്റ്റ് 200+, 250 റേഞ്ചിലാണ് സീറ്റ് വരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 100+ ആണ് സീറ്റ് വരുന്നത്. ചില സമയത്ത് ഞാൻ ജനറലൈസ് ചെയ്യില്ല, സീറ്റുകളുടെ എണ്ണം കൂടുന്ന കോളേജിൽ പലപ്പോഴും പ്രൊഫസേഴ്സിന് എല്ലാവരെയും തൻ്റെ കൈവിരലുകൾ പോലെ അറിയണമെന്നൊന്നുമില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ പഠിച്ചത്. അവിടെ ഞങ്ങളുടെ പ്രൊഫസേഴ്സിന് ഞങ്ങളെല്ലാവരെയും അറിയായിരുന്നു. എല്ലാവരും അറിയാം. ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ പ്രൊഫസേഴ്സിന് അറിയുമായിരുന്നു. കാരണം കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ 200, 250 ഒക്കെയുള്ള വലിയ കോളേജുകൾ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ വലിയൊരു ജനസമൂഹമാണ്. ഇവിടെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ കുറച്ചല്ലേ കുട്ടികളുള്ളൂ, കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാറുണ്ട്. അതിനർത്ഥം ഈ 250 കോളേജ് മോശമെന്നല്ല, ഞാനിതിൻ്റെ ആസ്പെക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ അക്കാഡമിക്സിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. എനിക്കൊന്ന് 2013 മഞ്ചേരി മെഡിക്കൽ കോളേജ് ആരംഭിച്ച സമയത്ത് അന്ന് ഞങ്ങളുടെ 2013 ബാച്ച്, ഫസ്റ്റ് ബാച്ച്, ഞാനടുത്ത 6ാമത്തെ ബാച്ചാണ്. 6ാമത്തെ ബാച്ചാണ്. ഈ 2013 ബാച്ചായിരുന്നു അന്ന് കുഹാസിൽ ഏറ്റവും നല്ല റിസൾട്ടൊക്കെ നേടിയിരുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കോളേജ് ചിലപ്പോൾ പുതിയതാണെന്ന് വെച്ചാൽ അവിടെ അക്കാഡമിക്സ് മോശമാവണമെന്നില്ല. നേരെ വൈസ് വേഴ്സയും അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും അടിപൊളി കേരളത്തിലെ പേരുകേട്ട കോളേജ് വെച്ചാൽ അവിടെ അക്കാഡമിക്സ് അടിപൊളി ആവണമെന്നില്ല എന്ന് മാത്രം. അതിനർത്ഥം കേരളത്തിലെ ഇപ്പോഴത്തെ പേരുകേട്ട കോളേജിൽ അക്കാഡമിക്സ് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടിപൊളിയാണ്, മഞ്ചേരി അടിപൊളിയാണ്, തിരുവനന്തപുരമൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനിവിടെ കമ്പയർ ചെയ്തത് കോഴിക്കോടും മഞ്ചേരിയും തമ്മിലല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജ്. ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കമ്പയർ ചെയ്യണം. നിങ്ങൾ ആ ആസ്പെക്റ്റുകൾ കമ്പയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കാനെന്നുള്ളതാണ്. രണ്ടാമത്തത് പേഷ്യൻ്റ് ലോഡാണ്. നിങ്ങൾ ഇപ്പം ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊന്നും പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾ വാർഡിൽ പോയി തുടങ്ങും. കേസ് എടുത്ത് പഠിക്കണം. കേസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ പ്രശ്നങ്ങൾ കേട്ട് അത് നിങ്ങൾ പ്രൊഫസേഴ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ പ്രൊഫസേഴ്സ് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് രോഗിയോട് ഓക്കെ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടായിട്ട് വന്നു, ശ്വാസം മുട്ടലായിട്ട് വന്നു, ഓക്കെ എത്ര കാലമായി ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ട്, നിങ്ങൾ സിഗരറ്റ് വലിക്കുമായിരുന്നോ, ശ്വാസം മുട്ടൽ എപ്പോഴാണ്, രാവിലെയാണോ രാത്രിയാണോ, നടക്കുമ്പോൾ കിതപ്പുണ്ടോ, നടക്കുമ്പോൾ വേർപ്പുണ്ടോ, രാത്രി ശ്വാസം കിട്ടാൻ ഞെട്ടി എണീക്കുന്നുണ്ടോ, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കണം. ഇതൊക്കെ പഠിക്കുന്നത് സെക്കൻഡ് ഇയർ തൊട്ടാണ്. സെക്കൻഡ് ഇയർ തൊട്ട് അവസാനത്തെ ഹൗസ് സർജൻസി വരെ നിങ്ങൾ വാർഡിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ജീവിതമുണ്ട്. അതിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പേഷ്യൻസ് വേണം. നിങ്ങൾക്ക് പൾസ് നോക്കാൻ, BP നോക്കാൻ, പൾസ് ഇവിടെ നോക്കാൻ, ഓരോന്ന് തൊട്ട് നോക്കി ഓരോന്ന് പരിശോധിക്കാൻ, വയറൊക്കെ ഒന്ന് എക്കി പരിശോധിക്കണ്ടേ? ഇതൊക്കെ പരിശോധിക്കണമെങ്കിൽ ആര് വേണം? രോഗികളാണ് നമ്മുടെ ഏറ്റവും വലിയ ടീച്ചേഴ്സ്. MBBS എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ രോഗികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് പകർന്നു തരുന്നത്. അവർ രോഗങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഈ രോഗികളാണ് നമ്മളെ ഡോക്ടറാക്കി മാറ്റുന്നത്. നമുക്ക് വിവരം തരുന്നത് അവരാണ്, അറിവ് തരുന്നത് അവരാണ്, ഒരുപാട് പാഠങ്ങൾ നൽകുന്നത് അവരാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ ആവശ്യത്തിന് പേഷ്യൻ്റ് വേണം. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും അത്യാവശ്യം പേഷ്യൻ്റ് ലോഡൊക്കെ ഉണ്ട്. ഗവൺമെൻറ് സെറ്റപ്പിൽ ഏത് കോളേജാണെങ്കിലും അത്യാവശ്യം പേഷ്യൻ്റ് ലോഡ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പ്രൈവറ്റിൽ എനിക്ക് വലിയ ബോധമില്ല, കാരണം ഞാൻ എല്ലാ പ്രൈവറ്റിലും ഞാൻ പോയി വർക്ക് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് അതുകൊണ്ടത് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്തെങ്കിലും അവരോട് ചോദിക്കാറാണ് ചെയ്യാറ്. അതേപോലെ തന്നെ നിങ്ങൾക്കും അത് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാം, എല്ലാ കോളേജും അത്യാവശ്യം നല്ല പേഷ്യൻ്റ് ലോഡ് ഉണ്ട്. പ്രൈവറ്റിലേക്ക് വരുമ്പോൾ പലതും എനിക്ക് അറിഞ്ഞുകൂടാം. ഞാൻ ഫ്രണ്ട്സിനോട് ചോദിക്കണം. അവിടെ എല്ലാ സ്ഥലത്തും എനിക്ക് ഫ്രണ്ട്സും ഉണ്ട്, ഒരാളെങ്കിലും ഉണ്ടാകും ഒരു കോളേജിൽ പരിചയമുള്ളത്. കാരണം നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഏറ്റവും ഗുണമായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ഒരുപാട് പേര് പല കോളേജിലും കയറും. നിങ്ങൾക്ക് കേരളത്തിൽ മൊത്തം ഡോക്ടേഴ്സുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകും. രണ്ടാമത്തത് ബോണ്ടാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയില്ല. ചില തമിഴ്നാട് കോളേജുകളിലൊക്കെ ചില സമയത്ത് ബോണ്ടുകൾ ഉണ്ടാവും. അതായത് നിങ്ങൾ MBBS കഴിഞ്ഞാൽ ഒരു ഹൗസ് സർജൻസിക്ക് അപ്പുറം ചിലപ്പം അവിടെ പണിയെടുക്കേണ്ടി വന്നേക്കാം. റൂറൽ സെറ്റിങ്സിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ബോണ്ട് കാണാറുണ്ട്. അത് മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് തീരുമാനം എടുക്കണം. ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറൊക്കെ വായിച്ച് നോക്കണം. എന്താണ് ബോണ്ട്, അഥവാ ബോണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ AFMCയിലൊക്കെ ബോണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് സർവീസിൽ നിന്ന് പോരുവാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് തീരുമാനം എടുക്കുക. ബോണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കണം. ബോണ്ട് എന്താണ് ബോണ്ട് എന്ന് അറിയണം അല്ലേ?
അതൊരു ഒരു ഒരു എന്താ പറയുക, നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നൊരു പേപ്പറാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പം പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ ബ്രേക്കിംഗ് എമൗണ്ട് എത്രയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി കാരണം പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഞാൻ ബോണ്ട് പൊട്ടിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ അതിന് എത്ര പൈസ കൊടുക്കണം എന്നൊക്കെ ആദ്യം അറിയണം. അപ്പോഴാണ് അയ്യോ അത് 30 ലക്ഷം റുപ്യാന്ന് വെച്ചിട്ട് എന്നാൽ പിന്നെ പൊട്ടിക്കുന്നില്ല, ഒരു കൊല്ലം പണിയെടുക്കാമെന്ന് അപ്പോൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ആദ്യമേ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഇത് ഇപ്പം എയിംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും നോക്കാനില്ല, കണ്ണു അടച്ച് എല്ലാം നോക്കാം. എയിംസ് ഒക്കെ സെറ്റ് തന്നെയാണ്. എയിംസിൽ നമുക്കറിയാം ഒബ്വിയസ്ലി ഏറ്റവും അടിപൊളി എയിംസ് ഡൽഹി തന്നെയാണ്. പിന്നെ നമുക്ക് ഭുവനേശ്വർ, അങ്ങനെ ഒരു കുറച്ച് 3ഓളം എയിംസാണ് പിന്നീട് ഉണ്ടായത്, അതാണ് പിന്നെയും നല്ലത്. പിന്നെ ഒരുപാട് പുതിയ എയിംസ് ഉണ്ട്. പുതിയ എയിംസുകളെക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പല ഗവൺമെൻറ് കോളേജുകളും. പക്ഷേ എയിംസിന് എപ്പോഴും അതിൻ്റേതായ വാല്യൂസ് ഉണ്ട്. നമ്മളെന്തായാലും എയിംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ നമ്മുടെ എയിംസിനെ കുറിച്ചായിരിക്കും. നമുക്ക് ആ കാര്യം അവിടെയൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാനിന്ന് വീഡിയോ തുടങ്ങുമ്പോൾ എയിംസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾ ലെക്ചറുകളിലാണ് ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ ലെക്ചറുകളൊക്കെ അത്യാവശ്യത്തിനുണ്ടോ? പല കോളേജുകളിൽ MBBS കുട്ടികളുണ്ടാകും, BSc നഴ്സിംഗ് കുട്ടികളുണ്ടാവും, BDS കുട്ടികളുണ്ടാവും, പല സ്ഥലത്ത് ലെക്ചറുകളിന് ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവിടെ അവസ്ഥ? ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടോ? ഈ വളരെ സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ പല കോളേജിലും കാണാറുണ്ട്. ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ ലെക്ചറുകളില്ല എന്ന് പറഞ്ഞ കുട്ടികളെ സമരം ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ലെക്ചർ ഹാളിന് ഒരുപാട് പരിമിതികളുണ്ട്, കുറേ പരിമിതികളുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ പരിഗണിച്ച് വരുന്നു. അപ്പം ഈ ലിമിറ്റേഷനൊക്കെ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കണം, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചെയ്യണം, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയാലും എല്ലാ കോളേജുകൾക്കും വലിയ ഇഷ്യൂസ് ഇല്ല, പക്ഷെ നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ തമിഴ്നാടൊക്കെ പോകുമ്പോൾ അന്വേഷിച്ച് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കോളേജ് ലൈഫ്, 5.5 വർഷം എന്ന് പറയുന്ന MBBS കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലഘട്ടമാണ്. ഫസ്റ്റ് ഇയർ ഫിസിയോളജി ലാബിൽ ബ്ലഡ് വേണം ടെസ്റ്റ് ചെയ്യാൻ, മൂത്രം വേണം ടെസ്റ്റ് ചെയ്യാൻ. അതൊക്കെ നമ്മൾ ബ്ലഡ് കൊണ്ടൊക്കെ, നമ്മൾ സ്വന്തം ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ടിലെ ബ്ലഡ് ഇട്ടാണ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. അങ്ങനെ രക്തബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ബന്ധം ഉണ്ടാകുന്ന 5.5 വർഷത്തെ പഠനമാണ്. വെറും പഠനം മാത്രമല്ല, അവിടെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭയങ്കര ഫേമസ് ആയ ക്യാൻസറിൻ്റെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ പേര് ഞാൻ മറന്നു. അടുത്ത പോയിന്റ് കോളേജ് ലൈഫാണ്. കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഗംഗാധരൻ സാറുണ്ട്, അതായത് നമ്മുടെ ഫേമസ് ഓങ്കോളജിസ്റ്റ് ഗംഗാധരൻ സാറ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി വരുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കോളേജിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് വിജയിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളവിടെ വെറും പഠിത്തം എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കേണ്ട ആവശ്യമില്ല. വലിയൊരു ലൈഫാണ്, ജീവിതത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. 5.5 വർഷം നിങ്ങൾ നിൽക്കുന്ന കോളേജാണ്. ലൈഫ് ലോങ് നിങ്ങൾക്ക് ഓർമ്മകൾ തരാൻ പോകുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് UG കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച കോളേജ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ അധിക പേര് എന്ത് ചെയ്യും, അവിടെ തന്നെ UG പഠിച്ച്, അവിടെ തന്നെ PG പഠിച്ച്, അവിടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വരെ പോകുന്ന ആളുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്രമേൽ ബന്ധമുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പേഴ്സണലി പരിചയമുണ്ട്, ഫ്രണ്ട്സും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതിപ്പോൾ അവിടെ MBBS കഴിഞ്ഞ് ഇനി അവിടെ തന്നെ PG കിട്ടണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പലർക്കും പല വികാരങ്ങളാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ UG എടുക്കുന്നു, കോഴിക്കോട് ഒന്ന് PG എടുക്കുന്നു. ഈ 2 കോളേജുകളോടും എല്ലാവർക്കും ഭയങ്കര വികാരമായിരിക്കും. ഇപ്പോൾ എനിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിനുള്ള പോലെ തന്നെ പലർക്കും അവർ പഠിച്ച കോളേജിനോട് വലിയ വികാരമായിരിക്കാം. അപ്പോൾ അതുണ്ട്. അപ്പോൾ കോളേജ് ലൈഫിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ, അതോ ഇപ്പോഴും അടച്ചിട്ട ഒരു സ്കൂൾ പോലെയാണോ കാര്യങ്ങളൊക്കെ? അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനും പഠിക്കാനും ആശയങ്ങളൊക്കെ പങ്കുവെക്കാനും കാഴ്ചപ്പാടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന് ഗവൺമെൻറ് വേഴ്സസ് പ്രൈവറ്റ് കോളേജാണ്. പ്രൈവറ്റ് കോളേജിൽ പഠിച്ചത് കൊണ്ട് ഞാനൊരു മോശം ഡോക്ടറാകുമോ? തെറ്റ്. പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവരൊക്കെ കഴിവില്ലാത്തവരാണോ? തെറ്റ്. പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാൽ നല്ല ഡോക്ടറാവില്ല, അത് തെറ്റ്. എല്ലാം ഒരുപാട് മിത്തുകളുണ്ട്. ഗവൺമെൻറ്റും പ്രൈവറ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? അത് ഫീസ് തന്നെയാണ് മക്കളെ, ഫീസ് തന്നെയാണ്. ഇപ്പോൾ ജൂബിലി മെഡിക്കൽ കോളേജിൽ ഫീസ് ഇല്ല എന്ന് വിചാരിക്കാം. കോഴിക്കോടും തിരുവനന്തപുരം കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ ജൂബിലി എടുക്കൂലേ, കോട്ടയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ജൂബിലി എടുക്കൂലേ. എന്തുകൊണ്ടാണ്? കോളേജ് അടിപൊളിയാണ്, പല കാര്യങ്ങളുണ്ട് അവിടെ. ഇപ്പോൾ ഫീസാണ് പ്രശ്നം, പണമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഗവൺമെൻറ് എപ്പോഴും പ്രിഫർ ചെയ്ത്. അവിടെ ഫീസ് കുറവാണ്, വലിയൊരു എമൗണ്ട് 8 ലക്ഷത്തിനടുത്ത് ഫീസ് വരുന്നുണ്ട് പ്രൈവറ്റിൽ ഒരു വർഷം. അക്കാഡമിക് ഫീ മാത്രം, വേറെ എന്തൊക്കെ ഫീസ് ഉണ്ട്. അപ്പം അത് മാത്രമല്ല, ഹോസ്റ്റൽ ഫീ, ട്യൂഷൻ ഫീ, മെസ് ഫീ, അതേ ഫീ, മറ്റേ ഫീ, മറിച്ചേ ഫീ, എക്സാം ഫീ, എന്തൊക്കെ ഫീ ഉണ്ട്, ഒരുപാട് ഫീ ഉണ്ട്.
ഫീസ് കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ഗവൺമെൻറ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസിനുള്ള എക്സ്പോഷർ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴ്ന്നിട്ടാണ് ആ ഒരു ഇൻട്രാക്ഷൻ കിട്ടുക. കാരണം അത്ര കിട്ടില്ല. ഗവൺമെൻറ്റിലൊക്കെ പലപ്പോഴും നമുക്ക് ഇൻട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. കൂടുതൽ രോഗികളുമായിട്ട് അടുത്തിടപഴകാനുള്ള സാധ്യത എന്താണ് ഗവൺമെൻറ്റിൽ കൂടുതലാണ്. അക്കാഡമിക്കലി നോക്കുമ്പോഴോ പലപ്പോഴും പ്രൈവറ്റ് കോളേജുകളാണ് മുന്നിൽ. അത് വേറൊന്നും കൊണ്ടല്ല, ആരൊക്കെ അഡ്മിഷൻ എടുത്താലും ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ തോറ്റാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ചീത്തപ്പേരൊന്നും വരാനില്ല. പക്ഷേ പ്രൈവറ്റ് കോളേജുകൾക്ക് പലപ്പോഴും അങ്ങനെ ആവില്ല. ദേ ഹാവ് എ നെയിം ടു കീപ്പ് അല്ലേ. പലപ്പോഴും നല്ല റിസൾട്ടുകളൊക്കെ അവിടെ നിരന്തരമായി വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കാൻ പ്രൈവറ്റ് കോളേജുകൾ ശ്രമിക്കും. വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്നേ ഗവൺമെൻറ് കോളേജിൽ ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ പറഞ്ഞു, പ്രൊഫസേഴ്സിന് നമ്മളെല്ലാവരും നല്ലോണം അറിയാം. അവിടെ എല്ലാവരും പഠിക്കണം, എല്ലാവരും പാസ്സാവണം. അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നുള്ള സെറ്റപ്പാണ് ഗവൺമെൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പ്രൈവറ്റിൽ അതേപോലെ അറ്റൻഡൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷേ അക്കാഡമിക്സ് കുറച്ചും കൂടി ബെറ്റർ ആവുന്ന ഒരുപാട് കോളേജുകൾ ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർ സമ്മതിക്കും. കാരണം ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് കുറച്ചുകൂടി നല്ലോണം പ്രൈവറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരുപാട് കുട്ടികൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ പലപ്പോഴും എന്ത് കിട്ടാറുണ്ട്, നീറ്റ് കിട്ടാറുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് നല്ല അക്കാഡമിക്സ് ആണ്. 2 ഹൗസ് സർജൻസി സമയത്ത് ഒരു ഗവൺമെൻറ് കോളേജിൽ 300, 500, 800 ഒക്കെ ഒരു ദിവസം OP ഉള്ള സമയത്ത് അവിടെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൗസ് സർജൻസി സമയത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പ്രൈവറ്റ് കോളേജിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി കമ്പയറബിളി പഠിക്കാൻ ചാൻസ് കൂടുതൽ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പ്രൈവറ്റ് കോളേജിലും ഒരു പണിയില്ലാത്ത അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാ കോളേജിലും തിരക്കുണ്ട്, എല്ലാ കോളേജിലും ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഗവൺമെൻറ്റിനോളം ലോഡ് പ്രൈവറ്റിന് പലപ്പോഴും വരാറില്ല. പല കോളേജിലും ലോഡ് കുറവാണെന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് പലപ്പോഴും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. നീറ്റ് പിജിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്, സീറ്റ് കിട്ടാറുണ്ട് എന്നുള്ളതാണ് കാര്യം. അടുത്ത ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. നമുക്ക് ഈ മലയാളം മാത്രമല്ലേ അറിയൂ, ഇംഗ്ലീഷ് പഠിക്കാം, ഹിന്ദി പഠിക്കാം, തമിഴ് പഠിക്കാം. ജിമ്മറിലൊക്കെയാണ് നിങ്ങൾ ഒരുപാട് ഭാഷ പഠിക്കും. തെലുങ്ക് വരെ പഠിക്കും. എയിംസിലാണെങ്കിൽ നിങ്ങൾ നല്ല ഭാഷ പഠിക്കും. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. നിങ്ങളുടെ ക്യാരക്ടർ നല്ലോണം ഇമ്പ്രൂവ് ആവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇപ്പോൾ ഈ കള്ള്, കഞ്ചാവ് എന്നൊക്കെ പറയും പലരും. പുറത്തൊക്കെ പോയ കഞ്ചാവ്. ഇപ്പം കഞ്ചാവ് കോഴിക്കോടും കിട്ടും, ഡൽഹിയിലും കിട്ടും. അത് ഉപയോഗിക്കണോ വേണ്ട തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അല്ലാതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയാൽ എൻ്റെ മോൻ കേടാവും എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയാൽ എൻ്റെ മോള് കേടാവും എന്ന് പറഞ്ഞാൽ ഒരു ന്യായമില്ല. കേടാവാനാണെങ്കിൽ നമുക്ക് എവിടെ നിന്നും കേടാവാം. അൾട്ടിമേറ്റ്ലി നമ്മുടെ തീരുമാനമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത്. നിങ്ങൾ അഡൾട്ടുകളാണ്. 18, 19 വയസ്സിലേക്ക് എത്താൻ പോകുന്ന കാലമാണ്. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ടാകും. മദ്യം ഉപയോഗിക്കാം, സിഗരറ്റ് വലിക്കാം, കഞ്ചാവ് പാടില്ല, നിയമവിരുദ്ധമാണ്. പക്ഷെ അതൊക്കെ വേണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അല്ലാതെ വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ആവുന്ന ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. ലൈഫിൽ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യുന്നോ, നിങ്ങൾ ഇൻഡിവിജ്വൽസാണ്, അഡൾട്ടുകളാണ്, റെസ്പോൺസിബിൾ അഡൾട്ടുകളാണ്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കേരളത്തിൽ കിട്ടില്ല എന്ന് കാണുവാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് കോളേജ് കിട്ടുന്നില്ല, സെൽഫ് ഫിനാൻസിങ്ങിൽ പൈസ പ്രശ്നമാണെങ്കിൽ കടമെടുത്ത് ലോൺ എടുത്ത് പഠിക്കാൻ മാത്രമൊന്നും MBBS ഇല്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സെൽഫ് ഫൈനാൻസിങ് കോളേജ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം, എടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് ലോണൊക്കെ എടുത്ത് പഠിക്കാൻ മാത്രമൊന്നും അത്രയൊന്നും MBBSന് ഞാൻ പറയില്ല. കാരണം അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അത്രയും ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് വലിയൊരു കടബാധ്യതയിലേക്ക് നിങ്ങൾ പോയാൽ ആ കടം വീട്ടാൻ നിങ്ങൾ എത്ര കാലം എടുക്കും? നിങ്ങൾ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രമാത്രം ടെൻഷനിലായിരിക്കും. ആ കടമല്ലേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിനേക്കാൾ എത്രയോ ബെറ്റർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്നതാണ്. മാത്രമല്ല കേരളത്തിലെ പല മെഡിക്കൽ കോളേജിനേക്കാളും അടിപൊളിയായ ഒരുപാട് സ്റ്റേറ്റുകളിലെ കോളേജിൽ, ഇപ്പോൾ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് MAMC വളരെ നല്ല കോളേജാണ്, വളരെ വലിയ ചരിത്രമുള്ള കോളേജാണ്. CMC വെല്ലൂർ ഒരുപാട് ചരിത്രമുള്ള കോളേജാണ്. അവിടെയൊക്കെ പോയി പഠിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ്, ഡിസ്റ്റൻസ് ആണ് ഏറ്റവും അവസാനത്തെ പോയിന്റ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കഥ പറയാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളവും എനിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടുമായിരുന്നു. ഞാൻ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണ് കയറിയത്. എൻ്റെ നീറ്റിൻ്റെ സ്റ്റോറി നമ്മുടെ എജുപ്പോർട്ടിന് നീറ്റ് ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ ഇവിടെ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ കഥ. എനിക്ക് മഞ്ചേരി ഉണ്ടാകുമായിരുന്നു, എനിക്ക് TDMC ആലപ്പുഴ ഉണ്ടാകുമായിരുന്നു, എറണാകുളം മെഡിക്കൽ കോളേജ് ഉണ്ടാകുമായിരുന്നു. ഒബ്വിയസ്ലി നോക്കുമ്പം TDMC ആണ് ഏറ്റവും ബെറ്റർ. ഞാനന്ന് മഞ്ചേരി ഫസ്റ്റ് ഓപ്ഷൻ വെച്ചു, TDMC രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചു, എറണാകുളം മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചു. അതൊരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു.
അതാണ് എൻ്റെ അവസാനത്തെ പോയിന്റ്. ഡിസ്റ്റൻസ് മാത്രമല്ല, പേഴ്സണൽ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എവിടെ പഠിക്കണം എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഇത് മൂന്നിനും മഞ്ചേരി എൻ്റെ നാടിനടുത്താണ്. എനിക്കതൊക്കെ മതി. സ്പോട്ടിൽ കിട്ടുകയല്ലേ, കഷ്ടപ്പെട്ട് കിട്ടുകയല്ലേ, അടുത്തുള്ളതായിക്കോട്ടെ. എനിക്കിടയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ചേരി എടുത്തു. ഞാൻ ആ ഡിസിഷനിൽ ആസ് എ ഡോക്ടർ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഡോക്ടർ എന്നതിൽ ഞാൻ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം വെരി ഹാപ്പി ഐ ഡിഡ് ദാറ്റ്. അതിനർത്ഥം TDMC മോശമാണെന്നോ എറണാകുളം മോശമാണെന്നോ അല്ല. എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് എനിക്ക് മഞ്ചേരിയായിരുന്നു ബെറ്റർ. നല്ല ഭക്ഷണം കഴിക്കണം, മഞ്ചേരി നല്ല ഫുഡ് കിട്ടും, മഞ്ചേരി വീട്ടിനടുത്താണ്, ഞാൻ പ്രിഫർ ചെയ്തു. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ കോമാളിത്തരമാണെന്ന് തോന്നുന്നവരുണ്ടാവും. തോന്നിക്കോളൂ, ഞാൻ എൻ്റെ താല്പര്യം മാത്രമാണ് പറഞ്ഞത്. എൻ്റെ പ്രിഫറൻസ് അതായിരുന്നു. അതേപോലെ നിങ്ങളുടെ പ്രിഫറൻസ് എന്താ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ഒരുപാട് ദൂരം പോയി എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ, എനിക്ക് എൻ്റെ ഉമ്മനെ എപ്പോഴും കാണണം എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അത് ജെന്യൂൻ കൺസേൺ ആണ് കേട്ടോ. ഞാനൊന്നും ഒരിക്കലും എന്നെ തിരിച്ച് തള്ളത്തില്ല. ജെന്യൂൻ കൺസേൺ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. ചിലക്ക് നേരെ തിരിച്ചായിരിക്കാം. ഫാമിലി ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എനിക്ക് നല്ലൊരു ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് സ്റ്റാൻലിയിലോ MMCയിലോ പോയി പഠിക്കണം. ആ രണ്ട് കുട്ടികളെ കാഴ്ചപ്പാട് ഡിഫറൻസ് നിങ്ങൾ കാണുന്നില്ലേ? അതിലേതാണോ നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയാൽ എയിംസ് ഡൽഹി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചിലവ് നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ ആയിരിക്കും. വേറെ വല്ല ചിലവ് നിങ്ങൾക്ക് വരത്തില്ല. ഫീസ് കുറവാണ്, മെസ് ഫീ മാത്രമേ വരുള്ളൂ. അതേപോലെ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അപ്പോൾ ഡിസ്റ്റൻസ് വലിയൊരു ഫാക്ടർ അല്ല. പക്ഷേ നിങ്ങൾക്കതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിൽ, ഇത് നിങ്ങളുടെ മാത്രം ജീവിതമാണ്, നിങ്ങൾക്കത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഫുഡും ഡിസ്റ്റൻസും നോക്കി മഞ്ചേരി എടുത്ത പോലെ ലോകത്ത് എത്ര പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കൂടെ ഒരുപാട് ബാച്ച്മേറ്റ്സ് ഉണ്ട്. കോട്ടയത്തും തൃശ്ശൂരും ഒക്കെ കിട്ടുമായിരുന്നിട്ട് പോലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചു, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി സെക്കൻഡ് ഓപ്ഷൻ വെച്ച ഒരുപാട് ബാച്ച്മേറ്റ്സ് എനിക്കുണ്ട്. അത് അവർ നോക്കി കോഴിക്കോട് എനിക്ക് ഇഷ്ടമാണ്, കോഴിക്കോട് കിട്ടിയാൽ ഞാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് മഞ്ചേരി മതി എന്ന് പറയുന്ന ടോപ്പ് റാങ്കേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിഫറൻസ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അത് നിങ്ങൾ തീരുമാനിക്കാം. എന്തായാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പ്രിഫറൻസ് ലിസ്റ്റൊക്കെ പറയുമ്പോൾ ഡിസ്ക്ലൈമർ ഉണ്ട്. ഇതൊരു പ്രിഫറൻസ് ലിസ്റ്റാണ്, അത് നിങ്ങളുടെ പ്രിഫറൻസ് ലിസ്റ്റ് അല്ല, എൻ്റേതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ കുട്ടി തീരുമാനിച്ച പോലെ എനിക്ക് കോഴിക്കോടാണെങ്കിൽ ഞാൻ പോകാൻ റെഡിയാണ്, അല്ലെങ്കിൽ എനിക്ക് മഞ്ചേരി മതി, എനിക്ക് കോട്ടയം തൃശ്ശൂരും വേണ്ടാന്ന് ടോപ്പ് റാങ്കിൽ ടോപ്പ് 100-ലൊക്കെ കേരളത്തിലൊരു കുട്ടി തീരുമാനിക്കുമ്പോൾ നമ്മളെന്താ പറയുക? അതാ കുട്ടിയുടെ തീരുമാനമാണ്. അതേപോലെ നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് ഇത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും കോടതിയുടെ എന്ത് ചെയ്തിട്ടില്ല, വിധി വന്നിട്ടില്ല. എഗ്രിറ്റ് ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ, എന്ത് വേണം ചെയ്യട്ടെ, എന്തായാലും നമുക്കതിൽ തീരുമാനം അറിയത്തില്ല, തീരുമാനം വരട്ടെ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കുട്ടി, ടോപ്പ് റാങ്കിലുള്ള കുട്ടി ഇങ്ങനെ കോഴിക്കോട് മഞ്ചേരി എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ടാകും, അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് വെക്കുക. ഇപ്പം മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നു എന്നോടൊരു സംശയം ചോദിക്കണം. എങ്ങനെ ചോദിക്കും? നമ്മുടെ കമൻറ്റിൽ ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, പോയി ജോയിൻ ചെയ്യുക. അതിൽ ഞാനുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ അതിലിടുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാനതിൽ ഡൗട്ട് ക്ലിയർ ചെയ്യും. എനിക്ക് അറിയാത്തതാണെങ്കിൽ ഐ വിൽ റിസർച്ച് ആൻഡ് ടെൽ യു ദി ആൻസർ. ഇനി മറ്റ് സ്റ്റേറ്റിലെ സംശയങ്ങളാണെങ്കിൽ എൻ്റെ മറ്റ് സ്റ്റേറ്റിലെ ഫ്രണ്ട്സിനെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അവർ നിങ്ങൾക്ക് അതിലെ കാര്യങ്ങളൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്കിതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ പറയുക. അതേപോലെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇനിയുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം.